നമസ്കാരം. വെളിപാട് പുസ്തകം കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് സംശയങ്ങളും നിഗൂഢതകളുമൊക്കെ മനസ്സിലേക്ക് വരും, അല്ലേ? പക്ഷെ പേടിക്കണ്ട, നമ്മളിവിടെ അതിന്റെ സങ്കീർണമായ വ്യാഖ്യാനങ്ങളിലൊന്നും പോകുന്നില്ല. പകരം ഇതൊരു കഥ പോലെ ഇതിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ എന്താണ് സംഭവിക്കുന്നതെന്ന് ലളിതമായൊന്ന് പറഞ്ഞു പോകാൻ പോകുകയാണ്. തുടങ്ങിയാലോ? ഈ പുസ്തകം തുടങ്ങുന്നത് തന്നെ ഒരു അവകാശവാദത്തോടെയാണ്. നോക്കൂ, യേശുക്രിസ്തുവിന്റെ വെളിപാട്. ഇത് വെറുമൊരു കഥയല്ല, മറിച്ച് യോഹന്നാൻ എന്നൊരാൾക്ക് കിട്ടിയൊരു ദൈവിക ദർശനമാണ് എന്നാണ് പറയുന്നത്. അതും ഉടൻ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്നാണ് നമ്മുടെ കഥ തുടങ്ങുന്നത്. നമ്മൾ ഈ യാത്ര 6 ഘട്ടങ്ങളായിട്ടാണ് പോകുന്നത്. ആദ്യം പത്മോസിലെ ദർശനം, പിന്നെ ചുരുളുകളും മുദ്രകളും കാഹളങ്ങളും 2 മൃഗങ്ങളും, ബാബിലോണിന്റെ പതനം, അന്തിമയുദ്ധം, അവസാനം ഒരു പുതിയ തുടക്കം. ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. നമുക്ക് ഒന്നാമത്തെ ഭാഗത്തേക്ക് കടക്കാം. പത്മോസിലെ ദർശനം. ഇവിടെയാണ് എല്ലാത്തിനും തുടക്കമാകുന്നത്. യോഹന്നാന് തന്റെ ദൗത്യം കിട്ടുന്ന ആ ഒരു നിർണായക നിമിഷം. ഒന്ന് ആലോചിച്ചു നോക്കൂ. യോഹന്നാൻ പത്മോസ് എന്ന ഒരു ദ്വീപിൽ ഒറ്റയ്ക്കിരിക്കുകയാണ്. പെട്ടെന്ന് ഒരു കാഹളം മുഴങ്ങുന്ന പോലുള്ള ഒരു വലിയ ശബ്ദം. അദ്ദേഹം തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് എന്താണെന്നോ? 7 പൊൻനിലവിളക്കുകൾ. അതിന്റെ നടുവിലായി മനുഷ്യപുത്രനോട് സദൃശനായ ഒരു പ്രകാശരൂപം. ആ രൂപമാണ് യോഹന്നാനോട് പറയുന്നത്, നീ കാണുന്നതെല്ലാം എഴുതുക എന്ന്. അവിടെ നിന്നാണ് ഈ പുസ്തകം തന്നെ ഉണ്ടാകുന്നത്. വെളിപാട് പുസ്തകത്തിന്റെ ഒരു നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ, ചില സമയങ്ങളിൽ അത് നമ്മളെ ഒരുപാട് കൺഫ്യൂഷനിലാക്കില്ല. ചില പ്രതീകങ്ങളുടെയൊക്കെ അർത്ഥം അത് തന്നെ അങ്ങ് പറഞ്ഞുതരും. ഇവിടെ കണ്ടില്ലേ, ആ 7 നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് 7 സഭകളുടെ ദൂതന്മാരാണ്, നിലവിളക്കുകൾ ആ സഭകളും. ചിലയിടത്തൊക്കെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു താക്കോല് പുസ്തകം തന്നെ തരുന്നുണ്ട്. ഒന്നാം ഭാഗം കഴിഞ്ഞു. ഇനി നമ്മൾ കഥയുടെ ഗിയർ മാറ്റുകയാണ്. കാര്യങ്ങൾ കുറച്ചുകൂടി സീരിയസ് ആവാൻ പോകുന്നു. കാരണം കഥയിലേക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തു വരുന്നു. 7 മുദ്രകളിട്ട് പൂട്ടിയ ഒരു നിഗൂഢമായ ചുരുൾ. ഇനി നമ്മൾ കാണുന്നത് സ്വർഗത്തിലെ ഒരു രംഗമാണ്. ഒരു സിംഹാസനം, അതിൽ ഒരാളിരിക്കുന്നു. കയ്യിലൊരു ചുരുളുണ്ട്, 7 മുദ്ര വെച്ച് പൂട്ടിയത്. ഒരു ദൂതൻ ഉറക്കെ ചോദിക്കുന്നുണ്ട്, ആരാണ് ഈ ചുരുൾ തുറക്കാൻ യോഗ്യൻ? പക്ഷെ ആരും യോഗ്യരല്ല. സ്വർഗത്തിലും ഭൂമിയിലും ആരുമില്ല. യോഹന്നാൻ ഇത് കണ്ട് കരയുകയാണ്. അപ്പോഴാണ് അറുക്കപ്പെട്ട കുഞ്ഞാടിനെപ്പോലെ ഒരാൾ വരുന്നത്. അവനാണ് ആ ചുരുൾ വാങ്ങാൻ യോഗ്യൻ. ആ നിമിഷം മുതലാണ് കാര്യങ്ങൾ മാറിമറിയുന്നത്. അങ്ങനെ ആ കുഞ്ഞാട് ആദ്യത്തെ മുദ്ര പൊട്ടിക്കുന്നു. അപ്പോൾ ഇതാ വരുന്നു ഒരു വെള്ളക്കുതിര. അതിന്റെ പുറത്തുള്ളയാൾ ഒരു കിരീടം വെച്ചിട്ടുണ്ട്. ജയിക്കാനായി കുതിച്ചു പായുന്നു. ഇതാണ് 4 കുതിരപ്പടയാളികളിലെ ആദ്യത്തെയാൾ. രണ്ടാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോഴോ വരുന്നത് ഒരു ചുവന്ന കുതിരയാണ്. അതിന്റെ പുറത്തിരിക്കുന്ന ആൾക്ക് ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തുകളയാനുള്ള അധികാരം കൊടുത്തിട്ടുണ്ട്. കയ്യിലൊരു വലിയ വാളുമുണ്ട്. യുദ്ധത്തിന്റെയും രക്തച്ചൊരിച്ചിലിന്റെയും തുടക്കം. ഇനി മൂന്നാമത്തെ മുദ്ര. ഇത്തവണ വരുന്നത് ഒരു കറുത്ത കുതിരയാണ്. സവാരിക്കാരന്റെ കയ്യിൽ ഒരു ത്രാസുണ്ട്. ഇത് സൂചിപ്പിക്കുന്നത് ക്ഷാമത്തെയും പട്ടിണിയെയുമാണ്. ഭക്ഷണസാധനങ്ങൾക്ക് തീ പിടിച്ച വിലയാകുന്ന ഒരു കാലം. അവസാനത്തേത് 4ാമത്തെ മുദ്ര. രംഗം കൂടുതൽ ഭയാനകമാകുന്നു. വരുന്നത് മങ്ങിയ നിറമുള്ള ഒരു കുതിര. അതിന്റെ പുറത്തിരിക്കുന്ന ആളുടെ പേര് മരണം എന്ന് പുസ്തകം നേരിട്ട് പറയുന്നു. വാളും ക്ഷാമവും രോഗങ്ങളും കൊണ്ട് ഭൂമിയിൽ നാശം വിതയ്ക്കാൻ അധികാരമുള്ളവൻ. ഭീകരമായൊരു കാഴ്ചയാണത്. കുതിരപ്പടയാളികൾ വന്നുപോയി, പക്ഷെ തീർന്നില്ല. കഥയുടെ തീവ്രത കൂടിക്കൂടി വരികയാണ്. ഇനി 7 കാഹളങ്ങൾ മുഴങ്ങും. ഓരോ കാഹളവും ഓരോ പുതിയ ദുരന്തത്തിന്റെ തുടക്കമാണ്. അതിനിടയിലേക്കാണ് കഥയിലെ പ്രധാന വില്ലന്മാരുടെ എൻട്രി. 2 ഭീകരരൂപികളായ മൃഗങ്ങൾ. ഈ 2 മൃഗങ്ങളും ആരാണെന്ന് നോക്കാം. ഒന്നാമൻ കടലിൽ നിന്ന് പൊങ്ങിവരുന്നു. 7 തലയും 10 കൊമ്പുമൊക്കെയായി ഒരു ഭീകരരൂപി. ഇവന് ശക്തി കൊടുക്കുന്നത് മഹാസർപ്പമാണ്. ലോകം മുഴുവൻ ഇവനെ ആരാധിക്കാൻ തുടങ്ങും. രണ്ടാമനോ ഭൂമിയിൽ നിന്നാണ് വരുന്നത്. കാഴ്ചയിൽ കുഞ്ഞാടിനെപ്പോലെ നിഷ്കളങ്കനാണെന്ന് തോന്നും, പക്ഷെ സംസാരിക്കുന്നത് മഹാസർപ്പത്തെപ്പോലെയാണ്. ഇവന്റെ പണി അത്ഭുതങ്ങൾ കാണിച്ച ആളുകളെ പറ്റിക്കുക, എന്നിട്ട് ആദ്യത്തെ മൃഗത്തെ ആരാധിക്കാൻ എല്ലാവരെയും നിർബന്ധിക്കുക. ഒരാൾ ശക്തി, മറ്റൊരാൾ വഞ്ചന. ഇവിടെയാണ് വെളിപാട് പുസ്തകത്തിലെ ഒരുപക്ഷെ ഏറ്റവും ഫേമസായ ആ സംഖ്യ വരുന്നത്, 666. വിവേകമുള്ളവൻ മൃഗത്തിന്റെ സംഖ്യ കണക്കുകൂട്ടട്ടെ എന്നാണ് പുസ്തകം പറയുന്നത്. ഒരുപാട് ചർച്ചകൾ ഈ സംഖ്യയെപ്പറ്റി നടന്നിട്ടുണ്ട്. പക്ഷേ ഈ കഥയുടെ ഒഴുക്കിൽ ഇത് ആ മൃഗത്തിന്റെ അല്ലെങ്കിൽ അവന്റെ അധികാരത്തിന്റെ ഒരു അടയാളമാണ്. ഇതുവരെയുള്ള ദുരന്തങ്ങൾക്കും മൃഗങ്ങളുടെ ഭരണത്തിനും ശേഷം കഥ ഒരു ക്ലൈമാക്സിലേക്ക് നീങ്ങുകയാണ്. ഇപ്പോൾ ന്യായവിധിയുടെ സമയമാണ്. ആരുടെ ന്യായവിധി എന്നല്ലേ? അഴിമതിയും തിന്മയും നിറഞ്ഞ ഒരു ലോകവ്യവസ്ഥിതിയുടെ. അതിനെ പുസ്തകം വിളിക്കുന്ന പേരാണ് ബാബിലോൺ. ആരാണ് ഈ മഹതിയാം ബാബിലോൺ? പുസ്തകം പറയുന്നത് ഇതൊരു സാധാരണ നഗരമല്ല എന്നാണ്. മറിച്ച്
ഭൂമിയിലെ രാജാക്കന്മാരുടെ മേൽ ആധിപത്യം പുലർത്തുന്ന, ലോകത്തെ മുഴുവൻ തന്റെ തിന്മ കൊണ്ട് ദുഷിപ്പിച്ച ഒരു സിസ്റ്റത്തെയാണ് ഇത് പ്രതിനിധീകരിക്കുന്നത്. അതിനൊരു മഹാവേശ്യ എന്ന ശക്തമായ പ്രതീകം ഉപയോഗിച്ചാണ് ഇവിടെ വർണ്ണിക്കുന്നത്. അങ്ങനെ ആ ശക്തമായ സാമ്രാജ്യത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് സ്വർഗ്ഗത്തിൽ നിന്നൊരു ശബ്ദം മുഴങ്ങുന്നു. വീണുപോയി, മഹതിയാം ബാബിലോൺ വീണുപോയി. ആവർത്തിച്ചു പറയുന്ന ആ വാക്കുകൾ അതിന്റെ സമ്പൂർണമായ തിരിച്ചുവരവില്ലാത്ത നാശത്തെയാണ് ഉറപ്പിക്കുന്നത്. ഒരു യുഗത്തിന്റെ അവസാനം പോലെ. ബാബിലോൺ വീണു. ഇനി ബാക്കിയുള്ളത് അവസാനത്തെ ഒരു പോരാട്ടമാണ്. അന്തിമയുദ്ധം. കഥയിലെ എല്ലാ വില്ലന്മാരും ഒരുമിച്ച് നന്മയും തിന്മയും തമ്മിലുള്ള അവസാനത്തെ ഏറ്റുമുട്ടലിനെ കളമൊരുങ്ങുകയാണ്. ആ സമയത്ത് യോഹന്നാൻ കാണുന്നത് സ്വർഗം തുറക്കുന്നതാണ്. അവിടെ നിന്നും വീണ്ടും ഒരു വെള്ളക്കുതിര വരുന്നു. പക്ഷേ ഇത്തവണ വരുന്നയാൾക്ക് പേര് വിശ്വസ്തനും സത്യവാനുമെന്നാണ്. അവന്റെ വസ്ത്രത്തിൽ എഴുതിയിരിക്കുന്നു, രാജാക്കന്മാരുടെ രാജാവും കർത്താക്കന്മാരുടെ കർത്താവും. കഥയിലെ നായകൻ സ്വർഗീയ സൈന്യത്തെ നയിക്കാനെത്തുകയാണ്. ഈ അവസാന യുദ്ധം ഒരു സിംഗിൾ ഇവന്റ് അല്ല, മറിച്ച് പല ഘട്ടങ്ങളായാണ് നടക്കുന്നത്. ആദ്യം തന്നെ ആ 2 മൃഗങ്ങളെയും കള്ളപ്രവാചകനെയും പിടിച്ചു നേരെ തീപ്പൊയ്കയിലേക്കെറിയും. അതുകഴിഞ്ഞ് അവരുടെ നേതാവായ മഹാസർപ്പത്തെ, അതായത് സാത്താനെ 1000 വർഷത്തേക്ക് ബന്ധിച്ചിടും. ആ 1000 വർഷത്തിനു ശേഷം അവനെ ഒന്നുകൂടെ അഴിച്ചുവിടും, ഒരവസാന പോരാട്ടത്തിനായി. അതിലും തോറ്റ ശേഷം അവനെയും തീപ്പൊയ്കയിലേക്ക്. ഒടുവിൽ വലിയ വെളുത്ത സിംഹാസനത്തിനു മുന്നിൽ എല്ലാവരുടെയും അന്തിമ ന്യായവിധി നടക്കും. അങ്ങനെ തിന്മയുടെ കഥ പൂർണ്ണമായി അവസാനിക്കുന്നു. യുദ്ധവും ന്യായവിധിയും എല്ലാം കഴിഞ്ഞു. ഇനി എന്താണ്? ഇവിടെയാണ് വെളിപാട് പുസ്തകം അതിന്റെ ടോൺ പൂർണ്ണമായി മാറ്റുന്നത്. ആകെ ഒരു ശാന്തത, സമാധാനം. കാരണം പഴയതെല്ലാം പോയി, എല്ലാത്തിനും ഒരു പുതിയ തുടക്കം കുറിക്കുകയാണ്. യോഹന്നാൻ കാണുന്ന ആ പുതിയ ലോകം എങ്ങനെയുള്ളതാണെന്നറിയാമോ? അവിടെ പുതിയൊരു ആകാശവും പുതിയൊരു ഭൂമിയുമാണുള്ളത്. ദൈവം തന്നെ ആളുകളുടെ കണ്ണുനീരെല്ലാം തുടച്ചുമാറ്റും. പിന്നെ അവിടെ മരണമില്ല, ദുഃഖമില്ല, കരച്ചിലില്ല, വേദനയില്ല. സൂര്യനോ ചന്ദ്രനോ ഒന്നും വേണ്ട. കാരണം ദൈവത്തിന്റെ പ്രകാശം മാത്രം മതി അവിടെ. ഇതുവരെ നമ്മൾ കണ്ട ഭീകരതയുടെ നേരെ വിപരീതമായൊരു ലോകം, സമാധാനം മാത്രം നിറഞ്ഞൊരിടം. ഈ പുതിയ തുടക്കത്തിന്റെ എല്ലാം അടിസ്ഥാനം സിംഹാസനത്തിലിരിക്കുന്നവന്റെ ആ ഒറ്റ വാചകമാണ്: ഇതാ ഞാൻ എല്ലാം പുതിയതാക്കുന്നു. ശ്രദ്ധിക്കണം, പഴയത് നന്നാക്കുന്നു എന്നല്ല, മറിച്ച് എല്ലാം അടിമുടി പുതിയതാക്കുന്നു എന്നാണ്. അതൊരു സമ്പൂർണമായ മാറ്റമാണ്. അങ്ങനെ ഈ മഹത്തായ ദർശനം അവസാനിക്കുന്നത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നൊരു വാഗ്ദാനത്തോടെയാണ്: ഇതാ ഞാൻ വേഗം വരുന്നു. ആ ഒരു വാചകം വായനക്കാരന്റെ മനസ്സ് നിർത്തിക്കൊണ്ടാണ് പുസ്തകം അവസാനിക്കുന്നത്. ഒരു കാത്തിരിപ്പിന്റെ, ഒരു പ്രതീക്ഷയുടെ വാചകം. അപ്പോ ഇതാണ് വെളിപാട് പുസ്തകത്തിന്റെ കഥ, അതിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ. ഈ യാത്രയിൽ എന്റെ കൂടെ കൂടിയതിന് എല്ലാവർക്കും നന്ദി.